ഇല്ല കേറില്ല ആരും കേറിയിട്ടില്ല. ഓക്കെ ഗൈസ്, മെന്നി ആ വഴിക്ക് പോയേട്ടാ. അതല്ല ഇപ്പോഴും ആ ഗൂഗിൾ മീറ്റിലിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കൺസേർട്ടിന് പോയിട്ടാ വില്ലം ബ്രോ. ഒരു കൺസേർട്ടിന് പോയിട്ട് 70 Pro Maxൽ പുതിയൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിക്കോണിനെ ഞാൻ ഏൽപ്പിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നപ്പം പാട്ടിന് വീഡിയോ എടുത്തേക്കാണ് വില്ലം ബ്രോ. ഞാൻ സ്റ്റേജിൽ തൊണ്ട പൊട്ടി ഒക്കെ പാടുവാ, മറ്റേ തനിയെ വഴികളൊക്കെ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഈ കട്ട് 1 സെക്കൻഡ് ഒരു വീഡിയോ, അടുത്ത കട്ട്. വില്ലം ബ്രോ ഐഫോൺ നോക്കിയപ്പോഴേ 75 വീഡിയോ ഒരു പാട്ട് കഴിഞ്ഞപ്പോ. എന്നിട്ട് എന്നോട് പറയണേ ഹനാൻ ഷേക്ക് എഡിറ്റ് ചെയ്യണത് പോലെ ഞാൻ മറ്റേ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണോ. ബ്രോ ഞാൻ സ്റ്റേജിൽ കിടന്ന് മറ്റേ ഒന്തളിച്ച് കിടന്ന് പാടണായിരുന്നു കേട്ടാ. ഇവിടെ വന്നപ്പോ ഒരു പാട്ട് കഴിഞ്ഞപ്പോ എന്റെ ഐഫോണിൽ ചന്ദ്രൻ നോക്കിയ തന്തലായി കാണിക്കുന്നുണ്ട് ആ സൈഡിൽ നോക്ക്. അല്ല വെയിറ്റ് ആരാളിയെ വേറെ ആരാളെ വന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ഇത് ഒറിജിനൽ പിത്തൾജിയല്ലേ? ഇത് ഒറിജിനൽ പിത്തൾജിയല്ലേ? അവൻ നിനക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞ കണ്ണാപ്പി അവൻ. ബുദ്ധി ഉണ്ടാ, അതുകൊണ്ടാണ് കയറ്റിയത് നിന്നെ. അണ്ണാ ഇതിന്റെ അകത്ത് SP4 അരി ഗെയിമിങ്, ബ്ലൈൻഡ് ജോക്കി, പെനറ്റാംസ് ഗെയിം ഇതൊക്കെ കൊടുത്തേക്കുന്നത്, ഇതൊക്കെ ഫേക്കാണ്. അമ്പത്തൂരൊക്കെ ഇവിടെ ഉണ്ട്. ഹരിചന്ദ് അപ്പൊ കൂടുതൽ ഡിലേ ആക്കാതെ തുടങ്ങാണ് കേസ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിന്ന് 5 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാവരും ഈ കാണുന്ന ഓഡിയൻസും ബാക്കി എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ അതിൽ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര നാൾ ഈ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ കഴിഞ്ഞ വട്ടം ഈ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് കൂടി അല്ലെ, ഇനി അടുത്ത ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കണ്ടന്റ് ഒക്കെ എക്സോസ്റ്റ് ആവും, ഇതാവുമെന്ന് പറയാനായിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഈ വട്ടം ഞാൻ പറയണില്ല, കുറച്ച് നാളോട് ഇത് ഓടിക്കാൻ വേണ്ടി കുറച്ച് നാളൊക്കെ കൊണ്ട്. കഴിഞ്ഞ വട്ടം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്ന രീതിയിൽ എത്തിയായിരുന്നു. അതായത് RP ആണെങ്കിലും ഇതിലേക്ക് നമുക്ക് കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ ഇതായി പോയപ്പോഴത്തേക്കിനും അത് എക്സോസ്റ്റ് ആയി പോയി എന്നുള്ളൊരു തോന്നൽ വന്നിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഇപ്പോൾ പുതിയ സിറ്റിയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും നമുക്കൊന്ന് ഗ്യാങ് ഒക്കെ സെറ്റ് ആവാൻ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ടർഫ്, ബോഗ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളോടൊക്കെ ഓടിക്കാമെന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസിലോട്ട് ഒരുപാട് സന്തോഷം. ഞാൻ നേരെ ചന്ദ്രന്റെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. നമസ്കാരം, എന്റെ പേര് ചന്ദ്രൻ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഇത് അധികം നാളൊന്നുമില്ല, അടുത്ത മാസം മുമ്പും നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ചന്ദ്ര സംസാരിച്ചോ. അപ്പൊ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ എന്താ പറയാനുള്ള അളിയ, എന്താ പറയണ്ടേ, നമ്മളിതൊന്നും പ്രതീക്ഷയിലല്ലോ തുടങ്ങി. നമ്മളൊരു ചെറിയ ഒരു ഗ്രഡ്ജിന്റെ പുറത്തൊരു ഗ്യാങ് തുടങ്ങി. അത് ഇത്രയാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപമാനത്തിന്റെ പുറത്ത് തുടങ്ങിയ ഗ്യാങ്, അപമാനത്തിന്റെ പുറത്തൊരു ഗ്യാങ് തുടങ്ങിയതാണ്. പിന്നെ എന്താ പറയാ, ഒരു കോവിഡ് ടൈമില് കുറെ പേർക്ക് കുറെ ഹാപ്പിനെസ്, കുറെ നല്ല മെമ്മറീസ് കൊടുക്കാൻ പറ്റി. സ്റ്റിൽ അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ഇതൊരു കുറച്ചാളുകൂടി നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സരക്കെ പറയടാ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? അങ്ങനെ സത്യം 5 വർഷമൊക്കെ പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. പെട്ടെന്ന് വളരെ ഭയങ്കര ഫാസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ. 3 വർഷം, അതേപോലെ പീകൾ പറഞ്ഞ പോലെ 3 വർഷമായപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് നിൽക്കും വെച്ചാൽ അവിടെ വെച്ചിട്ട് ഒരുപാട് നാളൊന്നും ഇനി RP ഇല്ല, മൊത്തത്തിൽ RP നിർത്തും എന്നുള്ളൊരു നിർത്തേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് 2 വർഷം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ പോയി സത്യം പറഞ്ഞാൽ. പെട്ടെന്ന് തന്നെ 4ാമത്തെ വർഷം 5ാമത്തെ വർഷമൊക്കെ പെട്ടെന്നാണ് പോയത് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് 5 വർഷം ഒരു ചെറിയ സമയം പോലെ പെട്ടെന്ന് കടന്നുപോയി. ലൈക്ക് ടിവിയുടെ ഒരു
ടിവിയുടെ ഒരു പാർട്ടായിട്ട് ഒരു നല്ലൊരു ടൈം വരെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലൈക്ക് എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തിയതിന്റെ ഒരു വലിയ റീസൺ ടി വി തന്നെയാണ്. കാരണം ഒന്നുമില്ലായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്ന് ഡൗൺ ടൈമിൽ പോയ സമയത്ത് RP എന്ന് പറയുന്നൊരു ഗെയിം വന്നു. അതിൽ നിന്ന് കിട്ടിയ കുറെ ഫ്രണ്ട്ഷിപ്പും അതിൽ നിന്ന് കിട്ടിയ ഒരു കമ്മ്യൂണിറ്റിയും അവിടെ നിന്ന് ബിൽഡായാണ് കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങിയത്. അതിനൊരു വലിയ റീസൺ എന്ന് പറയുന്നത് ടി വി എന്ന് പറയുന്നൊരു ഗ്യാങ് തന്നെയാണ്. അപ്പം ഒരു എന്തൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എപ്പോഴും ആ ഒരു ടി വി എന്ന് പറയുന്ന ഒരു ഫീല് എപ്പോഴും കൂടെ തന്നെ കാണും. സോ എന്താണ് ഇനിയും മുമ്പോട്ട് തന്നെ നല്ല രീതിക്ക് പോട്ടെ. ഇനിയും ഒരു 5 വർഷം കൂടി അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ടി വി നല്ല രീതിയിൽ എത്തട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു അളിയ, താങ്ക് യു. രായനെ ഇവിടെ എവിടെ എന്ത്? ഓക്കെ. ഇത്ര വർഷം അതിൽ അണ്ണൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നായിരുന്നു 5 വർഷമൊക്കെ പോയത്. പ്രത്യേകിച്ച് കുറെ സന്തോഷം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് കൂടുതലൊന്നും പറയല്ല. മാറ്റി കള്ളി കുറച്ച് മാറ്റേണ്ടി വന്നു. കളർ വെട്ടിക്കളഞ്ഞു. സംസാരിക്കേ ഞാനോ പിന്നെ എന്ത് പറയാനാടാ. ഇല്ലേ 5 കൊല്ലം അല്ലേ? 5 കൊല്ലം ഒരുപാട് ഹാർഡ്ഷിപ്സും കാര്യങ്ങളും എല്ലാത്തിലും കൂടെ അല്ലേ കടന്നുപോയി എല്ലാരും. അപ്പൊ എന്നിട്ടും ഇവിടെ ഇപ്പോഴും സ്റ്റേയിങ് സ്ട്രോങ് അല്ലേ? അതിനൊരു നല്ലൊരു എഫേർട്ട്, ഹാർഡ് വർക്ക് കാര്യങ്ങൾ വേണം. അതിനൊരു നല്ലൊരു ഫൗണ്ടേഷൻ വേണം. അത് ഫൗണ്ടേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, അതെല്ലാം നോക്കി നടത്താൻ കുറെ ആൾക്കാരും വേണം. അതെല്ലാം ഒത്ത് വന്നത് കൊണ്ടാണ് ടി വി എന്ന് പറയുന്നൊരു ഗ്യാങ് ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അടുത്തൊരു കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഗ്യാങ് എല്ലാവരും എന്നാണോ ഒരു ഫാമിലി പോലെ ആവുന്നത് അന്നായിരിക്കും അത് ഒരുപാട് കാലം മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് ഓൾറെഡി നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. എന്ത് പറയാനാണ്? ഓക്കെ താങ്ക് യു. കണ്ണാപ്പി പറ 2 വാക്ക്. കണ്ണാപ്പി ഞാനെന്താ പറയാനാണ്, ഇവിടെ നമ്മളിങ്ങനെ ഒരു അല്ല എന്നാ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ ഉണ്ടെന്ന് അറിയാലോ. കാർ വാങ്ങി കാറ് വാങ്ങി, ഐഫോൺ, പിന്നെ അച്ഛന് അറിയാല്ല അതിപ്പോഴും ക്രെഡിറ്റേ ഉള്ളു. പിന്നെ വീട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷല്ലേ അണ്ണാ. നമ്മള് പിന്നെ പഠിച്ചായിരുന്നു എങ്ങും എത്തത്തില്ലായിരുന്നു, അതിനുള്ള ബുദ്ധിയില്ല. സത്യം പഠിച്ചായിരുന്നു എങ്ങും എത്തത്തില്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവ് നേരത്തെ കിട്ടാനായിട്ട് കാരണം ടി വി ആണ്. അപ്പൊ ഇതാണോ നീ ഈ പൊതുസമൂഹത്തിന് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? ഇത്ര അപരാധ മെസ്സേജാണോ നീ പൊതുസമൂഹത്തിന് കൊടുക്കണത്? അല്ലണ, അത് എല്ലാം നമ്മളൊരു ഫാമിലി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ അറ്റ്ലാസ്റ്റ് നമ്മളെല്ലാരും ഭയങ്കര സ്നേഹമല്ലാണ്, ഭയങ്കര ആ ഒരു ഫാമിലി പോലെയല്ലേ പോകുന്നത്. പിന്നെ അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. വീട്ടില്ല ഞാൻ എന്തിനു പറയാനാ. പ്രായത്തെ മൂത്തൊരാളെ ഞാൻ വിട്ടുപോയി. വില്ലബ്രോ സംസാരിക്കണം 2 വാക്ക്. കേക്കാവോ? ക്ലിയർ ആയിട്ട്. ഈ 5 വർഷത്തില് ഞാന് അതന്നെ പറയാം. ഈ 5 വർഷത്തില് 2 വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ 2 ദിവസം പോലും RP കളിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം, അല്ലെങ്കിൽ ഇപ്പം പറയും. അതുകൊണ്ടാ സത്യം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് ചാറ്റിനകത്ത് നിറച്ചത് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ആദ്യമേ വന്ന് ഞാൻ കുറ്റബോധത്തോടെ അതങ്ങ് പറഞ്ഞാണ്. പക്ഷെ എന്താണ് RP കയറിയില്ലേലും എല്ലാവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്റെ ഒരു കമ്പാക്ക് ഉണ്ടാവുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല. ഇല്ലില്ല, ഉറപ്പാണ്. ഈ വട്ടം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ അല്ല കേട്ടോ. അപ്പം എല്ലാരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് കാണാൻ നല്ല രസമാണ്. പിന്നെ കുറച്ച് പേര് എന്താണ് ഇതിനകത്തൊന്ന് പോയതിന്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. അതോടെ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ആസ് എ OG മെമ്പർ, അതായത് എനിക്ക് തോന്നുന്നു
തുടങ്ങിയ കാലം തൊട്ട് ഇടയ്ക്ക് അവന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാള് ഒരു ഗ്യാപ്പ് എടുക്കേണ്ട വന്നു എന്നല്ലാതെ അവൻ അങ്ങനെ മാറിയിട്ട് നിന്നിട്ടില്ല. നമ്മുടെ OG മെമ്പറാണ് നമ്മുടെ കീരി. ഫ്രം ദ ഫസ്റ്റ് ഡേ, അതായത് ഗൈ ഗ്യാങ് എന്ന് തുടങ്ങി അന്ന് തൊട്ട് അവൻ ഉണ്ടായിരുന്ന TV-യിലുള്ള മെമ്പറാ. അപ്പൊ നമുക്ക് കീരി എടുത്തോളൂ. ഗിരി പറ. 5 വർഷമായിട്ട് സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു. അതേപോലെ അടുത്ത വർഷം നമുക്കൊരു 10 വർഷം ആഘോഷിക്കാറുണ്ട്. അടുത്ത വർഷം ആകുമ്പോ 10 വർഷം അടുത്ത വർഷം 10 വർഷം എനിക്ക് ഈകളെ ഒരു 10 വർഷം ആഘോഷിക്കാറുണ്ട്. ഞങ്ങള് രണ്ടും പരിചയപ്പെട്ടിട്ട് 10 വർഷമാണ് ഗൈസ്. ഞങ്ങള് റാൻഡം ഗെയിമിൽ പരിചയപ്പെട്ടതാ. ഞാൻ TV തുടങ്ങുന്നതിന് 5 വർഷം മുമ്പ് ഞാൻ ഇവനെ ഒരു റാൻഡം ഗെയിമില്, സീജ് എന്ന് പറയുന്ന റാൻഡം ഗെയിമില് ഞാനിങ്ങനെ ഓപ്പോസിറ്റ് പ്ലെയർ ആയിട്ട് വന്ന് എനിക്ക് കിട്ടിയതാണ് ഇവനെ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 10 വർഷമാണ്. എനിക്ക് 18-19 വയസ്സെന്തോളപ്പോ ഇവനെ പരിചയപ്പെടണം. അളിയ PUBG ഒന്നും ഇല്ല, നമുക്ക് PC ഗെയിംസ് കളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് എന്നെ. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാരും ഇങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ 10 വർഷം 15 വർഷമൊക്കെ ആഘോഷിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലേ? അതെ, പിള്ളേരെ കേൾപ്പിക്കാം, ദേവുട്ടരെയൊക്കെ കേൾപ്പിക്കാം. അതെ അതെ അതെ. പുതിയ പിള്ളേരെ ആരെങ്കിലും വിളിക്കേ അടുത്ത്? സിനിമനുണ്ട് ഇവിടെ. സിനിമനുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. സുരാസൻ ഓണാ ക്യാമറ ഓണാക്ക്. സുരാസാ എനിക്ക് സുരാസൻ സിനിമൻ എസ് ഗെയിം പറഞ്ഞല്ലോ. അല്ല, അവൻ ഡിസ്കോഡില്ലെന്നോ അണ്ണാ. അവന്റെ ഉണ്ടാ ഇല്ല എന്തോ ട്രിക്കി ഉണ്ടോ അവിടെ? ട്രിക്കി ട്രിക്കി ഉണ്ട്. ജൂഡ് ഓണാക്കി. ജൂഡ് ഗുലാനുണ്ടായിരുന്നല്ലോ അണ്ണാ. ഗുലാൻ പോയാ? ഹലോ കേക്കൂടാ ട്രിക്കി നിന്നെയാണ് വിളിച്ചത്. നിന്നെ വിളിച്ചേ സംസാരിക്കണേ. സന്തോഷമുണ്ട്. കൂടെ നിക്കാൻ കുറെ പേരുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പോയ ടൈമിലായാലും തിരിച്ചു വന്നപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. അതിന്റെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ, പറയാൻ വാക്കുകളില്ല. ഇത് എഴുതി വെച്ചിട്ട് പറയുന്നേടാ, ഇത് എഴുതിയ പാടാ. എഴുതി വെച്ചിട്ട് പറയുന്നേടാ. ഇത് പറയാൻ വാക്കുകളില്ല അതൊക്കെ. അയ്യോ സുരാസൻ എടാ ഇതാര കുഞ്ഞാ? SRK എന്തെങ്കിലും പറയാനുണ്ടോ? SRK അത് പ്രസംഗമായിരിക്കും, വേണ്ട. ഈകളെ മൈൻസ് പറയുന്നത് കുറെ നേരത്തെ അവിടെ മുടിയൊക്കെ തടയിരിപ്പുണ്ട്. മുമ്പോട്ട് പോട്ടെ. എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. ഇത്തിരി ലേറ്റ് ആയി പോയി. സിറ്റി തന്നെ ഇപ്പൊ 25 പേർക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇത്തിരി ലേറ്റ് ആയി പോയി. നീ എന്നെ വിളിച്ച മിസ് കോൾ ഉണ്ട് കേട്ടോ എന്റെ. ബാബു ഗൂഗിൾ മീറ്റിലാ. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി ബ്രോ. ഇത് ക്യാമറയിലാണ് ഇരിക്കുന്നത് എല്ലാരും. മേളില് TV ചാറ്റ് ലിങ്ക് ഇട്ടുണ്ടോ? TV ചാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ബുള്ളറ്റ് ഉണ്ടല്ലോ, ബുള്ളറ്റ് എന്തെങ്കിലും പറയാണ്ട് പറ. ഗ്യാങ്ങില് ഇത്ര കാലം ഒരു പയ്യൻ വന്നിട്ടുണ്ട് അണ്ണാ. കുറെ കാലം നിക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതാണ്, ഇത്ര കുറെ പേര് എല്ലാരും ഗെയിമിൽ പരിചയപ്പെട്ടതാണ്. 5 കൊല്ലം മുമ്പാണെങ്കിലും എല്ലാം ഓരോരുത്തരെയും അങ്ങനെ പരിചയപ്പെട്ട ഒരു ഗ്യാങ് തുടങ്ങിയ സമയത്ത് ഇത്ര കാലം നിക്കാൻ പറ്റി. കുറെ കൂട്ടുകെട്ടുകളുണ്ട്. സംസാരിക്കട്ടോ. സംസാരിക്കാനുണ്ട്. പിന്നെ ഇവിടെ വാക്കുകൾ ഒതുക്കുന്നു. എല്ലാവർക്കും നന്ദി. പറയാൻ വന്നവനെ വാടപ്പിച്ചടാ ബാബു. ഇത് അവരെ ആലോചിക്കണോ എന്ത് പറയണത്? ഇത് നമ്മുടെ ഒറിജിനൽ തന്നെയാണ്. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണല്ലോ. IGNATIOUSSR. ഇത് അതന്നെ, ഇത് തന്നെ ഇഗ്നേഷ്യസ് SR. ഇതാണ് സ്പെല്ലിംഗ് ഇതിന്റെ. നാട്ടില് ഭാവം നാട്ടിൽ എന്താ അവിടെ റഷ്യയിൽ എന്തൊരു മാവാ? അത് അവിടെ നേരെ കിട്ടിയ വണ്ടി കൊണ്ട് നേരെ കൺസിഡർ ചെയ്ത് ഞാൻ കോച്ചിനെ കൂടെ നമ്മുടെ ഏറ്റവും മൂത്താപ്പ കോച്ചിനെ ക്ഷണിക്കുന്നു 2 വാക്ക് സംസാരിക്കാൻ. മൂത്തപ്പനാ ആടാ? കോച്ച് പറയൂ.
உண்மையாவே മലയാളത്തിൽ പറഞ്ഞു. ரொம்ப சந்தோஷமாயிட்டு வந்தடா இவிட லைக் 5 இயர்ஸ்ன்றது തമിഴാളോ അല്ല മലയാളം. അവസരം കൊടു. മൈരനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ? 5 இயர்ஸ்ன்றது சும்மாலாம் இல்ல. ஈவன் ஒன் ஆர்கனைசேஷன் கூட ஒருமிச்சு இருக்காது. ஓகே, அது 1 year 2 yearsல பிரேக் ஆயிட்டு போயிட்டு எத்தனையோ ஆர்கனைசேஷன் உண்டு. കുത്തി പറയുന്ന പോലെ തോന്നേ, അത് കലിപ്പാവും വെളിയില്. சத்தியமா நான் யாரையோ குத்தி பேசல, நம்ம ஊர்ல பேசல, வெளியூர்ல பேசுன்னு வச்சுக்கோ. அப்படி என்ன பரவாயில்ல. பட் ஆனா இத்தனை வருஷம் ஒரு ஃபோக்கஸ் லைக் டிவின்ற ஒரு ஃபோக்கஸ்க்காக எல்லாரும் ஒருமிச்சு நின்னு அப்ஸ் அண்ட் டவுன்ஸ் இருக்கும். பட் ஆனாலும் இன்னி வரைக்கும் ஒன்னா இருக்கிற வரைக்கும் ஐ எம் சோ ஹாப்பி அபவுட் தட். நானும் அதுல ஒரு பார்ட்ல இருக்கேன்னா ரொம்ப ரொம்ப சந்தோஷமான. ஸோ தேங்க்யூ சோ மச் கைஸ் எல்லாருக்கும். இவிட இன்னும் நிறைய நாள் போகணும்னு ஆண்டவன்ட்ட வேண்டிக்கிறேன். லெட்ஸ் ஹேவ் a wonderful years ahead. Let's go. ആ ബാബു എന്നുള്ളത് മറ്റേ ബാലങ്കേനാ കണ്ണാപ്പിയാണ് കിക്ക്. കിക്ക് ചെയ്യടാ അവനെ. അവനെ കേറിയില്ലേ? ഞാൻ ബാബു ബാബു ഒന്ന് വരുവോ? കോച്ചിനെ ശരത്തായിട്ടും വിളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞേ താഴോട്ട്. രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാൻ ക്ഷണിച്ചു. സന്തോഷം. 5 years രണ്ട് വാക്ക് സംസാരിക്കടാ. അല്ലേ, ഞാൻ എന്താ പറയണ്ടേ? എന്തേലും പറയടാ. ഒരു പ്രസംഗം. ഇല്ല, 5 വർഷം ആവുന്നതൊക്കെ പ്രതീക്ഷിച്ചില്ല. ഒരു 3 വർഷം ആയപ്പോ കൂട്ടിക്കെട്ടേണ്ടി വരും. 5 വർഷമായി, ഇനി ഒരു 5 വർഷം കൂടി പോട്ടെ. ഞാൻ ഇവന്റെ വേല മൈക്ക് കൊടുക്കരുത്. പുതിയ ഇവിടെ മൈൽസ് ഉണ്ടല്ലോ, മൈൽസ് രണ്ട് വാക്ക് പറ. ആണോ എന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. എന്താ 10 വർഷമായി. 10 വർഷമായ? 10 വർഷം സന്തോഷം. സന്തോഷം കൊള്ളയില്ല. ഇത് ഉടനെ പോകുമ്പോന്ന് അഞ്ചു വർഷം കൂടെ ഇനിയും പോട്ടെ. എല്ലാവിധ 5 വർഷം കൂടി മൈരിയില്ല പോകുന്നു. എല്ലാവിധ പുണ്യങ്ങളും നേരുന്നു. മൈരിന്റെ പോകുന്നു. ഞാൻ പോകുമ്പട്ടെ. എന്താ ഇങ്ങനെയൊക്കെയാണ് മീറ്റിംഗ് എന്ന് പറയണ മൈൽസ്? അതിന്റെയൊക്കെ എന്ത് കാര്യത്തിലാണ്? കുറച്ചു മുമ്പ് അവിടെ ഒന്ന് വലിയ താളം അടിച്ചിട്ട് പോയാണ്. സുനുമനോടെ സുനാസ ഇതിലില്ല, രണ്ടിലും ഇല്ല, ഡിസ്കോഡിലും ഇല്ല, ഇതില്ല. കറണ്ട് എന്തോ കറണ്ട് ഇല്ല എന്റെ വീട്ടില്. സരക്കണ സംസാരിച്ചോ? എന്ത് കട്ടി വീശയുള്ള ഇത്? താടിയും കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഫിൽറ്റർ വെച്ചിട്ടുണ്ടോ ഈകളെ നീ? ഇല്ല. ഞാൻ മന്ദാരത്തിന് 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പറയാണെങ്കില് ഞാൻ RP തുടങ്ങിയപ്പോ ഇവിടെ ലൈക്ക് ഗാങ്ങിലെ പോലെ നേരെ ബെല്ലാരി കളിക്കുന്നതാണ്. അപ്പം എല്ലാവരുമായിട്ടും നേരെ കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടോട്ട് വന്നപ്പം എല്ലാവരുമായിട്ട് ഭയങ്കര ഇതാവാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. മൊത്തത്തില് എന്താ പറയാ,
ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. അവര് പറയാനുള്ള ബാക്കി പറയാനുള്ള മൂടെ പോയി ചെറുക്കൻ ആകെ ഇല്ലല്ല ബാക്കി ബാക്കിൽ SRK ഇരിക്കുന്നൊക്കെ സ്തംഭിച്ച് ചുമ്മാളെ SRK സ്തംഭിച്ച്. എന്റെ ബീച്ച് എടുത്താര് അപ്പൊ അടുത്ത 52 രണ്ട് വാക്ക് സംസാരിക്കണം. ലെജൻഡ് അല്ല കൊറേ നാള് പോട്ടെ, സന്തോഷം. ഇങ്ങനെ ഇപ്പൊ എല്ലാരെ കണ്ടത് ഭയങ്കര സന്തോഷം. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു എല്ലാരെ കണ്ടത്. എങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയണം, അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയണം. അത് പറയുന്നതില്ല, എനിക്കൊരു കാര്യം അണ്ണനോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വർക്കല വന്നിട്ട് പറയുന്നില്ല അത് ഞാൻ അല്ല പറഞ്ഞത്. ഒരു തവണ ഇരിക്കുന്നുണ്ട് മറ്റേ ബ്ലാക്ക് മാൻ അക്സെപ്റ്റ് ചെയ്യോ? അവൻ കാരണമാണ് കള്ളൻ. അക്സെപ്റ്റ് ചെയ്യടാ. മറ്റേ ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ ബാബുന്റെ അല്ല. ഫുൾ ഫോമാ. ഫുൾ ഫോം ബാബു പായലിന്റെ വീട്ടിലാ? 8 ലൈറ്റ് എന്തിനാ വെച്ചിട്ടുണ്ട് ബാബു? എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യണേ? ഇല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ല. ടിവിയുടെ ബാബുവിനെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാബു 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ നന്ദി. ഊമ്പിയ തമാശ കൊണ്ടിട്ട് പടാ. അപ്പൊ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ 4 വർഷത്തിൽ നിർത്താൻ നിന്നതായിരുന്നു നമ്മള്. ഇതിപ്പോ 5ാമത്തെ വർഷത്തിലാണ് നിർത്താൻ പോണത്. ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞായിരുന്നു അതിനെ പറ്റി. ഇല്ല ഈ വട്ടം നമ്മള് കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് ഡൗൺഫാൾസ്, പിന്നെ കയറ്റം ഇറക്കം, അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ വന്നതിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു, സംഭവ വികാസങ്ങളൊക്കെ നടന്നൊരു വർഷമാണിത്. സ്റ്റിൽ എന്നിട്ടും എല്ലാരും ഇപ്പോഴും ഇവിടെ ഒരുമിച്ചിരിപ്പുണ്ട്. അതാണ് ടി വി. നമ്മളിപ്പോ എന്താ പ്രശ്നം എന്തായാലും എന്ത് വേണോ ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഇപ്പൊ ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ ഒരു കാര്യം വന്നപ്പോ എല്ലാരും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഞാൻ താഴെ നിന്ന് ഓടിക്കേറി വന്നതാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ആക്കി പറഞ്ഞ് ഓടിക്കേറി വന്നതാണ്. ഒത്തിരി സന്തോഷം. ശരിക്കും ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി. ഒത്തിരി സന്തോഷം ഈ മൊമെന്റ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് അത്ര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത്ര തന്നെ. ഞാൻ ഒഫീഷ്യലി ഒരുപാട് പറഞ്ഞ ആർക്കും സന്തോഷം ഇല്ലാത്ത അങ്ങനെ പിടിക്കാം. എല്ലാവർക്കും ഒരു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞേ. കുട്ടിയൊക്കെ ലൈവ് കണ്ടിട്ട് എത്ര നാളായി. വലിയ കൊച്ചാടാ. വലിയ കൊച്ചാ. ഇപ്പൊ എണീറ്റ് ഇത് തന്നെ മതിയല്ലേ സത്യം പറഞ്ഞ. ഈ ഇസക്കുട്ടിയുടെ വളർച്ച തന്നെ മതി. ടി വി എത്ര നാളായതല്ലേ. സത്യം. ഈസക്കുട്ടി ഞാൻ ടി വിയിൽ കയറിയത് നമ്മൾ ശേഷമാണ് എന്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് ഈസക്കുട്ടി ഇത്രയും വലുതായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആനിവേഴ്സറി പറയൂലേ? വാസുമാമനുണ്ട്. വാസുമാമൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരും. അല്ലെ ഒരു കാര്യം ചെയ്യും, പുതിയ VR വാങ്ങിച്ചു തരും. നീ പറ. ഹാപ്പി ആനിവേഴ്സറി പറ. പറഞ്ഞ ഞാൻ ഇറക്കി വിടും. കവറില്ലേ എല്ലാവർക്കും കുറച്ചായിട്ട് പിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കണ്ണാപ്പി ഏകദേശം ഒരു 2500 രൂപ വില വരുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. അത് നിനക്കല്ല. പക്ഷെ അത് നിനക്കല്ല, അത് വേറെ ഒരാൾക്കാ. നിനക്ക് വേണ്ടി തരാം. 4000 രൂപയ്ക്ക് തരാം. ഇവിടെ കിട്ടത്തില്ല. വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതിനകത്തൊന്ന് ഇത് നോക്കിയേ. ലിൻഡനാണോ അത്?
അണ്ണാ അത് വരുന്നത് ഞാൻ അങ്ങോട്ട് വരികയാണ്. എടാ ഈ ബാലൻ ഞാൻ ഇത് അറിഞ്ഞില്ലണ്ണ, ഞാൻ ഒറിജിനലാന്ന് വിചാരിച്ചണ്ണ. അണ്ണ ഇത് അവൻ തന്നെ, മറ്റേ ബാലങ്കേന്നാർ 2.0 ഇല്ല, അവൻ തന്നെ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുക. ഇല്ല അവൻ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കണ്ണ. പിന്നെ ആരാ ഇതിനകത്ത്? ഇനി നമ്മുടെ ഒരു എന്നെ അവള് ചന്ദ്രൻ മറ്റേ വിളിച്ചതേ ഗേലിക്സിനെ 2 വാക്കുകൾ സംസാരിക്കാം. 5 വർഷത്തിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ 5 വർഷത്തിനെ പറ്റി പറഞ്ഞ അവന് തുടങ്ങുമ്പോ ഒരു ഗ്യാങ്ങിനെ ചതിച്ച് ഫ്രണ്ടിലോട്ട് ചതിച്ച് ആ ഗ്യാങ്ങിനെ ഓമ്പിച്ചിട്ട് വന്നെന്ന് പറ. ഇല്ല നല്ല രീതിയിൽ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ എല്ലാരെയും ഇവിടെ കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ഗ്യാങ്ങിൽ കയറിയതിനു ശേഷം പറയാനാണെങ്കിൽ ഇത് ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. മനസ്സിലായിട്ടുണ്ട്. ചാറ്റിലൊക്കെ നീ 2 മാറ്റം എന്ന് പറഞ്ഞടാ. ഓ ഹെഡ്സെറ്റ് മേടിച്ച് വന്നാ കേട്ടോ ആവശ്യമായിട്ട്. കുറച്ച് കാര്യങ്ങളായിട്ട് ഇതായണ്ട. പിന്നെ പറയാനാണെങ്കിൽ ഇത് ജീവിതത്തിൽ നമ്മള് കുറെ കാര്യങ്ങൾ പഠിക്കുമല്ലോ. വളരുമ്പോഴല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. പിന്നെ ടി വി കയറി കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ എവിടെ എന്ത് പറയണം, എങ്ങനെ നിക്കണം, നീ ഇപ്പൊ പറയുന്നതിൽ പോലും അതില്ല. കള്ളം പറയാൻ കുറെ പഠിച്ചവൻ നല്ല രീതിയിൽ പഠിച്ചു കള്ളൻ. അതാരാ പറയണ നോക്കി? 50 എവിടാ കാണുന്നില്ലല്ലോ മുഖം. പിന്നെ സന്തോഷമുണ്ട്, കുറെ സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. നന്ദി. പിന്നെ നമ്മുടെ അതിനകത്ത് വില്ലുമോൻ എന്ത് ഇതോണാക്കിയേ? വില്ലുമോൻ വില്ലുമോൻ എന്തിയടാ? വില്ലുമോൻ പോയി അമ്മ. ഇല്ല ഇതിനകത്ത് വരാത്തൊക്കെ ഉണ്ട്. നിന്റെ കട തുറക്കാറില്ലേ? ഞാൻ സംസാരിക്കാനായി ഹരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വലുതായിട്ടൊന്നും പറയല്ലേ, ഞാൻ ഈ ഇടയ്ക്ക് കയറിയിട്ടുള്ളൂ. ഇൻ ഗെയിമിലെ മൈക്ക് ഇതിനകത്ത് ഓഫ്. വലുതായിട്ടൊന്നും പറയല്ലേ, ഈ ഇടയ്ക്ക് കയറിയിട്ടുള്ളൂ. ബാബു ഓഫ് ആയിടും. അല്ലാതെ ഞാൻ മ്യൂട്ടാ, ഒന്നും കേക്കത്തില്ല. വെളിയിൽ മ്യൂട്ടായിരുന്നു. ഹലോ റെഡി. ഓക്കെ. എന്താ പറയാ, എന്തുവാ ആരെ നീ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്നത് സാർക്ക് പറയണ. എന്തോ പറയണ്ടേ, എന്തെങ്കിലും പറയടാ. വളരെ സന്തോഷമുണ്ട്. കാരണം 5 years അല്ല 5 വർഷമായിട്ട് നിങ്ങള് ഞാൻ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത് കുറുപ്പിനെ വിളിക്കാം. കുറുപ്പെ എന്തു പറയാ, 5 വർഷമായി. നല്ല സംസാരിക്കട്ടെ. പിന്നെന്തോ സന്തോഷം എല്ലാരും കണ്ടതിൽ. കമ്പിയായി പറയണ വീഡിയോ എന്തേലും വേറെന്തോ പറയാ. മറ്റേ ഡയലോഗ് നോ മാരേജ്. ഇത് പാവോട് അവൻ ടി വി കയറിയ മുതൽ ആകെ 10 വട്ടം പറഞ്ഞ മാക്സിമം നോ മാരേജ് ആണ്. വേറെ ഒന്നും കേട്ടിട്ട് പോലുമില്ല. എടാ സ്ക്രീനിൽ എന്താ എസ്തെറ്റിക് ഇതാണോ? അതെ മറ്റേ ആസ്ട്രോണൈറ്റ് അതല്ലേ? എനിക്ക് ബുള്ളറ്റിന് ഓർമ്മ. ആദ്യം ബുള്ളറ്റ് ഇതുപോലെ സംസാരിച്ചോണ്ടിരുന്നത് 2-3 വാക്കുകൾ എണ്ണി പറഞ്ഞു. പിന്നെ അത് മാറി. പിന്നെ നിന്നെ എന്ന് നിന്റെ കൂട്ടിയിട്ട് എന്ന് കിട്ടി മാറി. ഡോർക്കി എന്ത് ചെയ്തു? പ്രതീഷ് ഡോർക്കി
കേറിയിട്ട് കുറച്ച് മാസമായിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെല്ലാരെയും പരിചയപ്പെടാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കുറെ കാലം മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ. അതെ, ഡീമനെയും കൂടെ ആ ഒരു ഒറ്റ ഇതിലല്ലേ എല്ലാരും അവരെയൊക്കെ തീർക്കവാ. അപ്പൊ എന്താ പറയാ, 5 years TV 5 years ആയപ്പോ ഇപ്പൊ ഇവിടെ ഉണ്ടാവാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഞാൻ RP തുടങ്ങി 5 വർഷമാവുന്നു, അല്ല 6 വർഷമാവുന്നു. അപ്പം ഇതുവരെ കളിച്ചതെല്ലാം 3 ടോപ്പ് ഗ്യാങ്സിലാണ്. അതിലിപ്പോ ലാസ്റ്റ് TV വന്ന് എത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എത്ര വർഷം അടിമ? ഇപ്പൊ 6 വർഷമാവുന്നു അടുത്ത മാസം ആകുമ്പോ. പ്രായമുണ്ട്? SRR KV TV 19. നീ എന്നെ SRL എടുക്കാൻ 2020 എനിക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 19 ആവുന്നു ഡിസംബറിൽ. 13 വയസ്സിൽ നീ കളിക്കാൻ തുടങ്ങി? ഇവൻ സ്ഥിരം വന്നോണ്ടിരിക്കുവണ്ണ. മറ്റേ ബാലകേന്ദ്ര ശരത്തണ്ണല്ലേ ഇത്? ശരത്തണ്ണല്ലേ ഇത്? ശരത്തേട്ട മെസ്സേജ് ഡെലിവറബിൾ ആയിട്ട് ശരത്തേട്ട ആവാൻ ചാൻസ് ഇല്ല ഇത്. ഞാൻ ഈ ഫിൽറ്റർ വെച്ചിട്ട് വർക്ക് ആവുന്നില്ലല്ലോ. ശരത്തേട്ടനാണോ? ഹലോ ഇത് ജോക്കിനാ ഫസ്റ്റ് ഡിസ്കോർഡ് ജോയിൻ பண்ணிருப்பாரா? ഈ ഫിൽറ്റർ ഞാൻ വെച്ചിട്ട് വർക്ക് ആവുന്നില്ലല്ലോ ബ്രോ. ഏത് ഫിൽറ്ററാ? മീശ വെച്ചിരിക്കുന്ന ഫിൽറ്റർ. നിങ്ങളൊക്കെ വെച്ചിരിക്കുമ്പോ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് എനിക്ക് വെച്ചിട്ട് അറിയുന്നില്ല. കണ്ണാടി മാത്രമേ ഉള്ളൂ ഇതില്. നല്ല രീതിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടെന്ന് പോലും പറയില്ല. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം. ഇനി ഞാൻ മോബി വിളിക്കുന്നു. മോബി ഞാനും കാണുന്നേട്ടാ. ഞാനും മോബി എന്ന് കാണുന്നേ. ഈ ഇടയ്ക്കാണ് ടിവിയുടെ പങ്കായത് സത്യം പറഞ്ഞ. എന്നാലും എല്ലാവരുടെ സംസാരിച്ച് കമ്പനിയായി. ലൈക്ക് 1 yearന്റെ മുകളിൽ പരിചയമുള്ള പോലെയാണ് എല്ലാരും സംസാരിക്കുന്നത് എന്റെ അടുത്ത്. ഭയങ്കര കമ്പനിയാണ് എല്ലാരും. നല്ല സന്തോഷമാണ്. ഞാൻ കമ്പനി അല്ലല്ലോ, നീ എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പരിചയപ്പെട്ടു. ശരി നമ്മൾ പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് നേരിട്ട് ആരും പരിചയപ്പെട്ടില്ല. നാളെ ആ മുച്ചിരെ കൊണ്ടുവന്നിട്ടാ അവനെ ഒറ്റയ്ക്ക് ഫേസ് ക്യാം ഇട്ട് അവനെ കൊണ്ട് ഞാൻ പറയിക്കാതെ അവനെ ആർപ്പിക്കാതെ കേട്ടത്തില്ലേ? ഉറപ്പാ. ഇന്ന് ഇതിനകത്തെന്തോ ബാന്? ഞാൻ ആർപ്പി ഇതിനകത്ത് ബാനല്ലോ. അവനെ ഞാൻ നാളെ കയറ്റി വന്നത്. അവൻ ഇന്ന് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞ് പോയി. നാളെ അവനെ ഞാൻ കേട്ടിട്ട് വിടത്തുള്ളൂ. ഇല്ല, എനിക്ക് സംസാരിക്കുന്ന കേൾക്കത്തില്ല. എടാ അവരാതി. പിന്നെ നിനക്ക് മറ്റേ വെബ്കാമിന്റെ ലിങ്ക് ഞാൻ എന്തിനാ അയച്ചത്? അതെങ്ങനെ ഞാൻ ആദ്യപ്പോഴേ ക്യാം ഓൺ ആക്കിയിരുന്നു. ആദ്യപ്പോഴേ കൊറേ നേരം ജിഗുറു ഒക്കെ അത് ചെയ്തല്ലേ ഇരിക്കുന്നല്ലേ ജിഗുറു? കുറച്ചേരെ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ കുറച്ചേരെ പരിചയപ്പെടാൻ പറ്റി. സന്തോഷം. ഇനി ഇതുപോലെ തന്നെ പോട്ടെ. നമ്മുടെ സക്കീറിനെ കൊണ്ട് വലിയൊരു നീണ്ട പ്രസംഗമാണ്. സക്കീറിനെ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും സക്കീറിന്റെ പെർസ്പെക്റ്റീവ് പറയുന്നതായിരിക്കും. 5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷമായാണ്. അണ്ണ എന്റെ കാര്യം പറയാനാണെങ്കിൽ എന്റെ കണ്ണം നിന്റെ നീ കുത്തി വെച്ചേക്കാണ് ഇങ്ങനെ ഇവിടുന്ന് ചീത്തയായിട്ട്. അപ്പൊ എന്റെ ഒരു എൻ്റയർ ക്യാരക്ടർ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് തന്നെ ടിവിയിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഞാനിപ്പോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. അന്ന് ഈ കണ്ണും കൊണ്ടാണ് ഇവിടെ നിന്ന് കളയണം. സത്യം പറയാല്ല. ഞാൻ ചിരിച്ചില്ലല്ലോ. നീ പറ കാര്യം ഇത്രേ ഉള്ളു. ഇനിയിപ്പോ ഇതുകൂടി കട്ട് ചെയ്ത് കളഞ്ഞാ പിന്നെ പ്രശ്നമാവും.
പറഞ്ഞോ. ഇല്ല, നിന്റെ പെർസ്പെക്ടീവിനെ പറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. എടാ കണ്ണാപ്പി അടങ്ങിയിട്ടാ അടങ്ങി. എനിക്ക് ചിരി വരുന്ന അണ്ണാ. എടാ ഞാൻ ചിരിക്കില്ല, ഞാൻ ഇനി ചിരിക്കില്ല. നീ ചിരിച്ചോണ്ട് പറയടാ സക്കീറെ, നമ്മള് കേൾക്കാം. പോയാണ് എന്റെ എല്ലാം പോയി. വാ. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈക്ക് ഒരു മൊണ്ണയിൽ നിന്നൊരു അല്ല അത് വേണ്ട, അത് ഫില്ല് ചെയ്യുന്നില്ലേ ഡബിൾ മൊണ്ണേ മനുഷ്യൻ അതന്നെ ഒരു എമാൻ എന്ന് പറയാനായിട്ടുള്ള രീതിയിൽ വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോ അതിനൊരു വലിയ നന്ദി. എത്രയോടാണ് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതിൽ കൂടുതൽ ഇല്ല അത് അത് ഇനി അത് നിർത്തിയത്. സിനിമയാണിത്. നോർമൽ ക്യാമറ അല്ല, ഒറിജിനൽ ക്യാമറ. സുനിമോനൊന്നും അല്ല, ഇത് വേറെ ആരും ആണെന്ന് തോന്നുന്നു. സുനിമോനല്ല, അല്ലല്ലല്ല സുനിമോനല്ല, വേറെ ആരും ആണ്. ബൈറ്റ ഫേസ് ചെയ്യാൻ ഇത് വിട്ട് വന്നതാണ്. ലൈവ് ഇടാം ഈകളെ, അവർക്ക് അപ്പൊ എല്ലാവർക്കും ലൈവ് ആണെന്ന് എല്ലാവർക്കും അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. പോയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബൈ ബൈ കേട്ടോ. ബൈ ബൈ. സ്നൈപ്പ് എന്തിയടാ? സ്നൈപ്പ് ഇവിടുന്ന് പോയി. അണ്ണ ഞാനുണ്ട് അണ്ണ, എനിക്ക് അണ്ണാ അവൻ മറ്റേ വെബ്കാം ഇൻസ്റ്റാൾ വെയിറ്റ്. സന്തോഷമുണ്ട് അണ്ണ. ഇതിനെക്കാട്ടി കൂടുതൽ ആശയം എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാം ആശ് ഇവിടെ ആദർശേ നീ നിന്റെ കാര്യം പറഞ്ഞ ഫുൾ അവന്റെ കാര്യം പറയട്ടെ. അല്ല എനിക്ക് ജിഫ് ഇട്ടിട്ട് പോയിടുവാൻ. അല്ല എല്ലാരും കാണാനൊക്കെ പറ്റി, സന്തോഷമുണ്ട്. വേറെ എന്താ ഒന്നുമില്ല. വേറെ നമ്മള് ബാക്കി സന്തോഷമൊന്നും ഇല്ല, നമ്മളെല്ലാരും കാണുന്നുണ്ടെല്ലാം. വന്നതുകൊണ്ട് അതൊക്കെ മാത്രമാണല്ലേ ഇതിനൊക്കെ. അതാ എല്ലാം കൊണ്ട് ബാക്കി സന്തോഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. കയ്യിലിച്ചിരി കൊഴുപ്പ് കയറുന്നുണ്ട്. ബാബു പെണ്ണേട്ടി കൊച്ചായി, നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല ഈ കാര്യത്തില്. ഇതൊക്കെ നമ്മുടെ മതി. ജാഗ്രതായി രണ്ടു വാക്ക് സംസാരിക്കാൻ ആദർശിനെ ക്ഷണിച്ചോളുന്നു. ആദർശ് ഞാൻ പറയാനാ ഇപ്പൊ കേറിയല്ലേ ഉള്ളു. ഈ ഗെയിം 5 കൊല്ലം ഒന്നും ഓടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഓടിയത് വലിയ കാര്യം. വലിയ പുച്ചാട്ടാ. നീയെങ്കിലും 5 കൊല്ലം മുന്നേ ഇവിടെ എന്തായാലും നീ കേറി കിട്ടുമല്ലേ? എന്താ കേറി അത് പറ. ബ്രാവോ എടുത്ത് വെക്കാം. എന്നോടാണോ? എന്താ ചോദിച്ചേ? അതായത് നീ ഇപ്പൊ കേറുക ഇവിടെ അപ്പൊ 5 കൊല്ലം നിനക്ക് കണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്നുള്ളത്. അപ്പൊ നിനക്ക് എന്താണ് ഇവിടുത്തെ എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഇവിടെ കയറണമെന്ന് ആഗ്രഹം തോന്നി? ഞാൻ സത്യത്തിൽ തുടങ്ങുന്ന ഞാൻ വാലറന്റ് കളിച്ചോണ്ടിരുന്ന ടൈമില് ചുമ്മാ കയറിയതാണ് ഇതിലോട്ട്. അണ്ണാന്റെ ലൈവ് കണ്ടിട്ട് തന്നെയാണ് കേറുന്നത് മോർപ്പില്. പക്ഷെ കളിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ കളിച്ച എല്ലാം ഓപ്പോസിറ്റ് ഗെയിമിലേ ഉള്ളു. ശരി, ഈഗിളിന്റെ ആദ്യത്തെ വണ്ടി ഏതാ മോർപ്പില്? അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ചോദ്യങ്ങൾക്ക് നിർത്തിക്കോളാം ഇവിടെ. ജേർണി പറ. നിന്നെ പറ്റി ഒന്നും പറയാനില്ല. 5 കൊല്ലത്തിനിടയ്ക്ക് 3 കൊല്ലം നീ ഇവിടെ ഈഗിളുടെ തന്തയ്ക്ക് വിളിക്കായിരുന്നു. അത് പറഞ്ഞപ്പോഴല്ലോ ഇന്നുണ്ടല്ലോ ഇല്ല ഇവിടെ നിന്നപ്പോ എനിക്കൊരു മെയില് വന്ന്. ഞാൻ എടുത്ത് നോക്കിയപ്പോ ഈഗിൾ ഗെയിമിംഗ് ഈസ് ലൈവ് എന്ന് നോക്കിയപ്പോ എന്റെ കിക്കിലെ പേര് ജിറാഫിന്റെ കുടുക്കാന്ന്. അതെ, കുടുക്ക അക്കൗണ്ട്.
ബ്രാവോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓ മനസ്സിലായി, ചോദിച്ചു. ബ്രാവോയുടെ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു കിക്കിലെ? നല്ല ചോദ്യം. ബ്രാവോ, അതായത് ഇപ്പം ബ്രാവോ ഒരു സെർവറിന്റെ ഓണർ ഒക്കെ ആണല്ലോ. അതെ അതെ. എത്ര ദിവസം നമുക്ക് RP കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും? ഡിപ്പെൻസ് ഓൺ ദ പ്ലെയർ. അതായത് കളിക്കുന്ന ആളുടെ തീരുമാനമാണ് RP കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുപോകണോ എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് പുതിയ സാധനങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം കേരളത്തിന് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സെർവറായി മാറിക്കൊണ്ടല്ല, ബെസ്റ്റ് സെർവറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ എന്താ പറയാ, പുതിയ കുറെ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവർക്കും പ്ലേസിനായാലും. ഇപ്പൊ ബ്രാവോന്റെ ഇതില് എന്തൊക്കെയായിരിക്കും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എക്സലൻസിന്റെ? ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് അതായത് PP വൈസ് ആണോ RP വൈസ് ആണോ? രണ്ടും ബോത്ത്. PP വൈസിൽ നമ്മള് ഇപ്പൊ പുതിയത്, അതായത് നമ്മളായിട്ട് തന്നെ ബിൽഡ് ചെയ്ത ഒരു ഡ്രഗ് ഈസ്റ്റ്, അതായത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രഗ് ഈസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് അതിന്റെ ബിൽഡ്. രണ്ടാമത് ടർഫ് ക്യാപ്ചറിങ് ഇതെല്ലാം റീസ്റ്റാർട്ട് ആകുന്നുണ്ട്. PP വൈസ് ഗ്യാങ്ങിന്റെ അസറ്റ്സുകളെല്ലാം ഇന്നലെ കൊണ്ട് കയറിയിട്ടുണ്ട്. എല്ലാ ഗ്യാങ്ങിനും കോമൺ ലിവറി ഡ്രസ് എല്ലാം കയറിയിട്ടുണ്ട്. സോ ഗ്യാങ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്രൈൻഡബിൾസ് എല്ലാം ഓൾറെഡി സിറ്റിക്കകത്തുണ്ട്, ബ്ലാക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. സോ ഗ്യാങ് ആക്ടിവിറ്റീസ് എല്ലാം ഓൾറെഡി PP സൈഡ് എല്ലാം ക്ലിയർ ആണ്. RP വൈസ് ഫ്യൂച്ചർ അപ്ഡേറ്റ് വീടിന് ജപ്തി ചെയ്ത് ബ്രാവോടെ എന്റെ ഒരു സജഷനും കൂടെ ഉണ്ട്. അപ്പൊ ഒരുപാട് നമ്മളിങ്ങനെ ഒരു കുറെ പ്ലേയേഴ്സ് ഒക്കെ ചിലപ്പോ ഒരുപാട് നന്നായിട്ട് കളിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വെക്കണം കേട്ടോ. ചിലപ്പോ ഗെയിമിൽ ഒരു 10 കോടി രൂപയോ ഒരു വീടും 4 കാറും കൊടുക്കുന്ന നമ്മുടെ ആക്റ്റീവ് വരുമ്പോ. അതെ, ഇല്ല കംബാക്ക് പ്ലേയേഴ്സിന് 100 കോടി കിട്ടും. ആണോ? സെർവറിലായിരിക്കും അത് ഇപ്പോഴത്തെ അല്ല, പക്ഷെ സിറ്റി കയറണം. അതെ, അത് കയറാം. അങ്ങനെ സിറ്റി കയറിയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ സിറ്റിക്കകത്ത് കയറുക, ക്യാരക്ടറെല്ലാം ക്രിയേറ്റ് സെറ്റ് ആക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് റിപ്പോർട്ടിൽ /help എന്നടിക്കുക. മനസ്സിലായി? ഹെൽപ്പ് എന്നടിക്കുമ്പോ റിപ്പോർട്ട് പേജ് ഓപ്പൺ ആയി വരും. അതിന്റെ അകത്ത് പറയുക ഞാനൊരു കംബാക്ക് പ്ലെയർ ആണ്. ഇതില് കംബാക്കിന്റെ ഈ പൈസ കൂടുന്നതെന്ന് അറിയാം. നമ്പർ ഓഫ് ഡേയ്സ്, എത്രത്തോളം കാലം കളിച്ചിട്ടില്ല, സിറ്റി കയറിയിട്ടില്ല എന്നൊക്കെ നോക്കും. അത് കുഴപ്പമില്ല, അത് പുതിയല്ലേ. പഴയ സിറ്റി RP കംബാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു മാസത്തേക്ക് നമ്മൾ 10 കോടി രൂപ വരെ കൊടുക്കുന്നത്. മിനിമം ഒരു 10 മാസമെങ്കിലും കളിക്കാതിരിക്കണം ഒരു 100 കോടി കിട്ടണമെങ്കിൽ. ഞാൻ ഒരു 100 കോടി ഒപ്പിക്കാനുള്ള സ്കോപ്പ് ഒപ്പിക്കാം. കുറച്ചുകൂടെ ഗ്യാപ്പ് എടുത്താൽ എനിക്ക് ഏറ്റവും വലിയ റിച്ച് ആവാൻ പോകുന്നത് വില്ലത്തിയാട്ടോ ഇതില്. പക്ഷേ 12 മാസത്തേക്ക് ഈ സ്കീം കൊടുക്കുന്നില്ല. 12 മാസം മൊത്തത്തിൽ കിട്ടുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നീ പറഞ്ഞത് 50 മെമ്പർഷിപ്പോ? അയ്യോ, നാളെ അങ്ങോട്ട് ഇറങ്ങാം. എന്നാ ഇത് വിഡ്രോ ചെയ്യുന്നേ? 50 വർഷം എന്ന് പറയുമ്പോ എത്ര രൂപയായിരിക്കും? 50 × 400 650 രൂപ പോട്ടെ. ഞാൻ ഇറങ്ങി. 5 ഇയർ ആനിവേഴ്സറി മീറ്റപ്പ് എവിടെ ചേർത്താം? ആനിവേഴ്സറി 250K 800K കഴിഞ്ഞ പരിപാടി 50,000 രൂപ കൊണ്ട് ഇറങ്ങിട്ടെ ആധാരം വെച്ചിട്ടാ തിരിച്ചു അറിയാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ഇയറില് എന്തെങ്കിലും ഒരു IRL പരിപാടി നടത്തണം എന്നായിരുന്നു ശരിക്കും. സത്യം. അതെ, ഓണപ്പരിപാടി അതിന്റെ ഇടയ്ക്ക് വന്നോണ്ടാളിയാ, അല്ലെങ്കിൽ നമുക്ക് നടത്തായിരുന്നത്. ഓണം നമ്മൾ നടത്തിയോണ്ടാ. നമുക്ക് ഇനി സമയമുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഗൈസ്. അപ്പൊ ഈ വരുന്ന 22, 23 ഞങ്ങള് CCLന് എതിരെ കളിക്കാൻ എനിക്ക് CCLന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ടീമിനെതിരെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. യൂട്യൂബേഴ്സ് ടീമിൽ ഞാനും ഉണ്ട്. 23-ാം തീയതിയാണ് മാച്ച്. 22-ാം തീയതി പ്രാക്ടീസ്, 23-ാം തീയതി മാച്ച്. ലാലേട്ടനൊക്കെ കളിക്കാനുണ്ടോ? ലാലേട്ടനൊക്കെ കളിച്ചില്ലടാ. ഇപ്പൊ എക്സ്ക്ലൂസീവ് വ്ലോഗ് വരുന്നതായിരിക്കും. ഡ്രീമർ വ്ലോഗ് എടുക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രീമർ എടുക്കും. ഞാനല്ലേ, ഞാൻ വ്ലോഗ് എടുക്കൂല്ലേ, ഡ്രീമർ എടുക്കുവേ. ഡ്രീമർ അല്ല, അവൻ ഇടുന്നുണ്ടോ? അവൻ കറക്റ്റ് അവൻ കറക്റ്റ്. വേറെ കാര്യം മറ്റേ ബോളുണ്ട് ചത്തില്ലെങ്കിൽ മറ്റേ പറഞ്ഞില്ലേ? ഏതാ?
നീ എന്റെ അടുത്ത് പറഞ്ഞ വൈകിട്ട് മറ്റേ 5 ഇയർ ആയിട്ട് എല്ലാവർക്കും ഡ്രസ് എടുത്ത് കൊടുക്കണമെന്ന്. അത് ശരിയാ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടൻ ഡ്രീമറിന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത്രേ ഒരു മാസം പ്രോട്ടീൻ പൗഡർ മൂഞ്ചണ്ട ഡ്രസ് എല്ലാവർക്കും അക്കൗണ്ടിൽ ഓൾറെഡി ഫണ്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു, ഓർത്തില്ലായിരുന്നു. അത് എല്ലാവർക്കും ഡ്രസ് എടുത്ത് കൊടുക്കാൻ ഇത് കഴിയുമ്പോൾ ഉടനെ ഡ്രീമറിനെ കളക്ട് ചെയ്യണം എല്ലാരും. ഈ ഒരു അവസരത്തിൽ വില്ലം ബ്രോന്റെ പുതിയൊരു വ്ലോഗ് ഉണ്ട്, എല്ലാരും പോയി കാണുന്ന. വില്ലംബ്രോയുടെ ഒരു വ്ലോഗ് വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങളൊന്ന് പോയി ഇറങ്ങി അത് അത്. പക്ഷെ ഇങ്ങനെ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തിനായിരുന്നു? ഇത് വില്ലംബ്രോന്റെ വേറൊരു വെർഷനാണ്. കുറെ ചാനൽ അധികം തുടങ്ങുമ്പോൾ വലുത് ഞാനും വ്ലോഗ് ചാനലിന്റെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, സിംഗിൾ സ്റ്റേറ്റ്. ഞാനും അവളും കേരളത്തിൽ നിന്നാണല്ലോ, സിംഗിൾ സ്റ്റേറ്റ്. ഈ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതിന്റെ